അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ. അല്ലാഹുവേ, ഈ മനുഷ്യന് ഇനി വരാനിരിക്കുന്ന ചോദ്യങ്ങൾക്ക് നീ സ്ഥൈര്യത്തോടുകൂടെ ഉത്തരം പറയാനുള്ള സ്ഥൈര്യത നൽകണം. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്. അല്ലാഹുവേ, ഈ മനുഷ്യന്റെ ബർസഖിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം നീ തോന്നിപ്പിക്കണം. അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസഅ. ഈ ഖബറിനകത്തുണ്ടാകുന്ന എല്ലാ ഭയാനകതയാ നിറഞ്ഞ രംഗങ്ങളിൽ നിന്നും ഈ മനുഷ്യന് നിർഭയത്വം കൊടുക്കണം റബ്ബേ. തുടങ്ങിയ തസ്ബീഹിന്റെ പ്രാർത്ഥനകൾ നമ്മൾ ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഉണ്ടാകണം, ഖബറിനകത്ത് ചില ചോദ്യങ്ങൾ വരാനുണ്ട്. അപ്പോഴാണല്ലോ ഉത്തരം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഖബറിനകത്ത് ഉത്തരങ്ങൾ ലളിതമായി പറയാൻ കഴിയേണ്ടതുണ്ട്. ഖബറിനകത്തു ചില ഭയാനകതകൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാകണം നമ്മൾ. അപ്പോഴല്ലേ ആ പ്രാർത്ഥനയ്ക്ക് പൊരുളുള്ളൂ. എന്ന് മാത്രവുമല്ല, ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറഞ്ഞില്ലെങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് ജീവിതകാലത്ത് നമ്മൾ പഠിച്ചു മനസ്സിലാക്കി പോകണം. മഹാന്മാരായ ഉലമാക്കന്മാർ ആ വിഷയം രേഖപ്പെടുത്തിയ ഭയാനകമായ രംഗം, ഖബറിനകത്തുള്ള മൻ റബ്ബുക തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഉണ്ടാകുന്ന അദാബ്, അല്ലാഹുവിന്റെ വല്ലാത്തൊരു രീതിയാണ്, സമ്പ്രദായത്തെയാണ് ഹദീസുകളൊക്കെ വിശദീകരിക്കുന്നത്. എന്നാൽ ജീവിതം കൊണ്ട്, വിശ്വാസം കൊണ്ട്, കർമ്മം കൊണ്ട്, സ്വഭാവം കൊണ്ട്, സംസ്കാരം കൊണ്ട് നല്ലപോലെ ജീവിച്ച ഒരു മനുഷ്യൻ അതിന് ഉത്തരം കഴിച്ച പറയാൻ കഴിഞ്ഞാൽ അല്ലാഹു തആല മലക്കുകളോട് പറയും, അത്രേ ഖദ് സദഖ അബ്ദീ, എന്റെ അടിമ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ സത്യസന്ധമാണ്, അവൻ സത്യമാണ് പറഞ്ഞത്. ഫഅഫിരിശൂഹു മിനൽ ജന്നതി. ആ ഖബറിനകത്തേക്ക് സ്വർഗ്ഗത്തിന്റെ ഒരു വിരിപ്പ് വിരിച്ചു കൊടുക്കാൻ പറയുന്നു. വഫ്തഹൂ ലഹു ബാബൻ ഇലൽ ജന്ന. സ്വർഗത്തിന്റെ സുഖാനുഗ്രഹങ്ങൾ ആസ്വദിക്കാൻ വേണ്ടി സ്വർഗത്തിലേക്ക് ഒരു കവാടം തുറന്നു കൊടുക്കാൻ പറയുന്നു. നമ്മുടെ നാട്ടിലെ ഖബർസ്ഥാനിലാണ് ഈ പറയുന്നത്. സ്വർഗത്തിലേക്ക് ഒരു കവാടം തുറന്നു കൊടുക്കാൻ പറയുമത്രേ. വഅൽബിസൂഹു മിനൽ ജന്ന. സ്വർഗത്തിൽ നിന്നുള്ള ഒരു വസ്ത്രം കൊണ്ടുവന്ന ആ മനുഷ്യനെ ധരിപ്പിക്കാൻ മലക്കുകളോട് ആവശ്യപ്പെടുമെന്ന ഹദീസിലൂടെ പുണ്യനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. വിശ്വാസികളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മളെ പറ്റിയാ ചിന്തിക്കുന്നത്. ഈ രംഗം, ഇങ്ങനെ ഒരു സുന്ദരമായ മുഹൂർത്തം നമ്മുടെ ഖബറുകളിൽ നമുക്ക് ലഭിക്കാൻ സാധിക്കുമോ? ഇന്നത്തെ നമ്മുടെ ജീവിതം വെച്ചിട്ട് നാളെ നമ്മൾ ഖബറിലാണെങ്കിൽ നമുക്ക് ഇന്ന് ആ ചാൻസ് കിട്ടുമോ? സ്വർഗത്തിന്റെ സുഖാനന്ദങ്ങൾ ആസ്വദിക്കാൻ പറയുന്ന രംഗമാണ്. വെളിച്ചം കൊണ്ട് നിറക്കുന്ന ഖബറായി മാറുകയാണ്. ആനന്ദം കൊണ്ട്, ആസ്വാദനം കൊണ്ട് ജീവിക്കുന്ന ആ ഖബറിലെ ആള് പറയുമത്രേ, യാ റബ്ബി യാ റബ്ബി അജ്ജിൽ ഖിയാമസ്സാ. അല്ലാഹുവേ, പെട്ടെന്ന് ഖിയാമത്ത് നാളാകണേ. ആ സുഖം ഒറിജിനൽ അനുഭവിക്കാൻ അവന് വെമ്പൽ കൊള്ളാൻ തുടങ്ങുമത്രേ. സുഹൃത്തുക്കളെ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യനായ സ്വർഗമുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയാണ്, ഇദാ വഖഫ അലാ ഖബറിൻ. അദ്ദേഹം ഏതെങ്കിലും ഒരു ഖബറിന്റെ അടുത്ത് അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ ബകാ, അദ്ദേഹം വിങ്ങിപ്പൊട്ടി കരയുമായിരുന്നു. നമ്മുടെ ഖബർസ്ഥാനിൽ കയറി ചെന്നിട്ട് നമ്മുടെ മനസ്സ് കുലുങ്ങിയിട്ട് നമുക്ക് ഇന്ന് വരെ ഒന്ന് കരയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഉസ്മാൻ തങ്ങൾ കരയുകയാണ്. കരഞ്ഞിട്ട് സമൃദ്ധമായ അദ്ദേഹത്തിന്റെ താടിരോമങ്ങൾ നനയാറുണ്ടായിരുന്നു. ഫഖാൽ, സ്വഹാബത്തിൽ സുഹൃത്തുക്കളൊക്കെ പലരും ചോദിക്കാൻ തുടങ്ങുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? ഈ മണ്ണ് കാണുമ്പോ എന്താ ഇത്ര കരയാനുള്ളത്? ഫഖാല, അദ്ദേഹം പറഞ്ഞ വാക്ക്, ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ. നബി തങ്ങൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഖബർ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ഖബർ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ പരലോകത്തെ ഒന്നാമത്തെ വീടാണ്. ഇത് കരയാൻ മാത്രമുള്ള വിഷയമുണ്ട്. ഈ ഖബർ എന്നാൽ ഒരു മനുഷ്യന്റെ നീണ്ടു കിടക്കുന്ന, കാലങ്ങളില്ലാതെ അറ്റങ്ങളില്ലാതെ കിടക്കുന്ന പരലോകത്തേക്കുള്ള ഒന്നാമത്തെ വീടാണിത്. ഈ ഖബറിനകത്ത് ശിക്ഷയില്ലാതെ, ഭയപ്പാടില്ലാതെ രക്ഷപ്പെട്ടാൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ജീവിതം അവന് ലളിതമാണ്, എളുപ്പമാണ്. ബാക്കി കേൾക്കണം. ഈ ഖബറിനകത്ത് രക്ഷപ്പെട്ടില്ല എങ്കിൽ അവന് ഇനി വരാനിരിക്കുന്നത് ഇതിനേക്കാൾ കഠിനമായ വലുതുമാണ് വരാനിരിക്കുന്നത്. ഖബർ രക്ഷപ്പെട്ടോ? അവൻ രക്ഷപ്പെട്ടു. അവിടെ കുടുങ്ങിയോ? അവിടെ ദുരിതങ്ങളായോ? അവിടെ ശിക്ഷ ഇറങ്ങിയോ? ഇനി വരാനുള്ളതെല്ലാം അതിനേക്കാൾ വലുതാണ്. ആ വാക്ക് കേട്ടിട്ടാണ് ഞാൻ ഇങ്ങനെ കരയുന്നത്. നമ്മുടെ നാട്ടിലെ ഖബർസ്ഥാനുകൾ ആലോചിച്ച് നോക്കി. ഈ ഫെബ്രുവരി, ജനുവരി, മാർച്ചിലൊക്കെ ഈ മാസങ്ങളിൽ ഖബറുകളുടെ ഉത്സവ പറമ്പുകളുടെ ദിവസങ്ങളാണ്. മഖാമുകളിൽ, കണ്ണൂർ ജില്ലയുടെ വിവിധങ്ങളായ 100 കണക്കിന് മഖാമുകളിൽ ഉറൂസ് നടക്കുന്നത് എന്തിനാണ്?
ചിരിക്കാനാണ്, ഉല്ലസിക്കാനാണ്, ആനന്ദിക്കാനാണ്, ആഘോഷിക്കാനാണ് ഖബർ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കരയിപ്പിച്ചത്. എന്തുകൊണ്ടാ? നല്ലോണം ഒന്ന് ചിന്തിക്കുക. ഏതൊരു ഖബറും നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ്. സൂറുഹാ, നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യണം. ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത, അത് മരണത്തെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ നല്ലതാണ്. വതുദക്കിറുകുമുൽ ആഖിറ, പരലോകം എന്നതൊന്ന് നല്ലപോലെ ആലോചിപ്പിക്കാനുള്ളതാണ് ഖബർ സിയാറത്ത്. അതിന് ആന വേണ്ട, അതിന് അമ്പാരി വേണ്ട, അതിന് പൈസ ചാക്ക് വേണ്ട, അതിന് നേർച്ചപ്പെട്ടി വേണ്ട, അതിന് പൂക്കൾ കൊണ്ട് തുലാഭാരം വേണ്ട. സുഹൃത്തുക്കളെ, നമ്മളെ പറ്റിയാ ചിന്തിക്കേണ്ടത്. നമ്മുടെ ഖബറിനെ കുറിച്ച് ആലോചിക്കുക.